ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഗോപികൃഷ്ണ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഗൈസ്, ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ടാണ് ഗൈസ്. ഇന്നത്തെ ടോപ്പിക് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ നമുക്ക് സംഭവിക്കുന്ന കുറച്ച് പൊട്ടത്തരങ്ങൾ, അതായത് ഒരു റോസ്റ്റിംഗ് വീഡിയോ പോലെ. വലിയ റോസ്റ്റിംഗ് എഡിറ്റിംഗ് ഒന്നുമില്ല ഗൈസ്, ഞാൻ ചെറിയ യൂട്യൂബറൊക്കെ, അപ്പോൾ വലിയ റോസ്റ്റിംഗ് ഒന്നുമില്ല ഗൈസ്. ഇതിനകത്ത് ചെറിയ ചെറിയ പൊട്ടത്തരങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചെറിയ ചെറിയ ഊളത്തരങ്ങളൊക്കെയാണ് ഗൈസ് ഞാൻ ഇന്ന് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് 1 by 1 ആയിട്ട് നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എല്ലാ വീഡിയോസിനകത്തും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ. ഓക്കെ, ദെൻ ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ ഇഫ് യു ലൈക്ക് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ അണുക്കൾ വരാൻ സാധ്യതയുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൽ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂമാണ്, നമ്മുടെ ടോയ്ലറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, അവിടെയാണ് ഇഷ്ടം പോലെ ബാക്ടീരിയാസും ക്രിമികളും എന്ന് വെച്ചാൽ അണുക്കളൊക്കെ ഉള്ള സ്ഥലം ബാത്റൂമാണ്. അത് ക്ലീൻ ചെയ്യാൻ നമ്മൾ ഒത്തിരി അധികം പ്രൊഡക്ട്സ് യൂസ് ചെയ്യും. ഹാർപ്പിക്ക്, മറ്റേ ലൈസോൾ, അതുപോലത്തെ ലൈസോൾ തറ പഠിക്കുന്നത്, ഹാർപ്പിക്ക്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരം ജസ്റ്റ് ഒന്ന് കഴുകി കഴിഞ്ഞാൽ ക്ലീൻ ആയെന്നാണോ? ഒരിക്കലല്ല ഗൈസ്, അത് ക്ലീൻ ആവും, ബട്ട് അതിലേറെ ബാക്ടീരിയാസ് ഉള്ള ഒത്തിരി സംഭവങ്ങൾ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനേകം സംഭവങ്ങളുണ്ട് ഗൈസ്. അതാണ് ഇന്ന് നമുക്ക് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് മെത്ത. എവിടെ കേട്ടിട്ടുണ്ടല്ലേ? മെത്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മെത്ത തന്നെ ഗൈസ്. നമ്മുടെ കട്ടിലേൽ നമ്മൾ കട്ടിലിൻ്റെ മണ്ടയ്ക്ക് വിരിച്ചിടുന്ന ഒരു പഞ്ഞി പോലെ സംഭവമാണല്ലോ, അതാണ് ഗൈസ് മെത്ത. അതായത് അതിനെക്കുറിച്ചുള്ള ടോപ്പിക് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അത് 10 വർഷം കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മളൊരു പുതിയ മെത്തയൊക്കെ വാങ്ങിച്ചു, ഒരു 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മെത്തയുടെ ഭാരം, നമ്മൾ കിടന്ന് യൂസ് ചെയ്തു, അത് തട്ടിക്കുടഞ്ഞു, യൂസ് ചെയ്ത് പൊടി വെച്ചു, അങ്ങനെ തന്നെ 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാട്ടി 2 ഇരട്ടി ഭാരം അതിന് കൂടുമെന്നാണ് കണ്ടെത്തൽ ഗൈസ്. 2 ഇരട്ടി കൂടുമെന്നാണ് ഗൈസ് അതിൻ്റെ ഒരു കണ്ടെത്തൽ ഗൈസ്. അതെന്തെന്ന് വെച്ചാൽ മെത്തയ്ക്കകത്ത് നമ്മൾ ഒത്തിരി ദിവസം, നമ്മൾ മിക്കതും 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ ഉറങ്ങുന്നവരാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇഷ്ടം പോലെ മണിക്കൂർ തിരിഞ്ഞ് കിടന്നുറങ്ങുന്നു, മലന്ന് കിടന്നുറങ്ങുന്നു, അങ്ങനെ ഉറക്കത്തോടെ ഉറക്കും. ഈ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് 1.5 ഗ്രാം കോശങ്ങൾ പൊടിഞ്ഞു പോകുന്നുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും 1.5 ഗ്രാം, അതായത് 1.5 ഗ്രാം കോശങ്ങൾ പൊഴിഞ്ഞു പോകുന്നത് ഒന്ന്. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ അതിൻ്റെ അകത്തെ നൂല്, അതിൻ്റെ അകത്തെ പൊടിഞ്ഞ് മെത്തയിൽ അടങ്ങിയിരിക്കുന്ന ചെറിയ പൊടിയും സംഭവം. മെത്തയിൽ ഇഷ്ടംപോലെ പൊടിയുണ്ട്, നമ്മൾ ഇടയ്ക്ക് വൃത്തിയാക്കാൻ അമ്മമാർക്കൊക്കെ അറിയായിരിക്കും. മെത്തയിൽ പൊടിയൊക്കെ തട്ടിക്കുടയുമ്പോൾ ഇഷ്ടംപോലെ പൊടി വരുന്നുണ്ട്, അത് പൊടി ഒന്ന്. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് അതിനകത്ത് കൊഴിഞ്ഞിരിക്കുന്ന നൂല്, ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 1 മില്യൺ ചെറു പ്രാണികളെ തീറ്റിപ്പറ്റാനുള്ള ഒരു വലിയ സംഭവം ആ മെത്തയ്ക്കകത്തുണ്ട്. അതല്ല, ഞാൻ പറഞ്ഞില്ല 1.5 ഗ്രാം കോശങ്ങൾ മതി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അവിടെ കിടപ്പുണ്ടല്ലോ, അടിഞ്ഞുകൂടി കിടപ്പുണ്ടല്ലോ, അത് മതി 1 മില്യൺ ചെറിയ പ്രാണികളെ തീറ്റിപ്പോറ്റാൻ അത് മതിയെന്നാണ് ഗൈസ് വലിയ ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ല, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാ, സത്യമാന്നേ. അപ്പോൾ ഗൈസ്, ഇത് മതി നമ്മളെ ഒരു വലിയ രോഗിയാക്കാൻ. ഒന്നും പറഞ്ഞില്ല, ഇത് മതി. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ചില സമയത്തൊക്കെ നിങ്ങളെ കട്ടിലേക്ക് കിടന്നു കഴിഞ്ഞിട്ട് ചാടി എഴുന്നേൽക്കുമ്പോഴൊക്കെ തുമ്മൽ മിക്കവർക്കും, എനിക്കും ഉണ്ട് ഗൈസ്. ഞാൻ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു തുമ്മി ഒരു വഴിയാവും. അതുപോലെ തന്നെ അതൊക്കെ കാരണം എന്തുവാ? മെത്തയിലെ പൊടിയാ, സത്യമാന്നേ ഗൈസ്. അടുത്തെന്ന് പറയുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നോട്ട്, കറൻസി, പൈസ, തുട്ട് മണി. ഓക്കെ, അതാണ് ഗൈസ് രണ്ടാമത്തെ സംഭവം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ബാക്ടീരിയാസിനെ നമ്മളുടെ ശരീരത്തിൽ വരുത്തുന്ന രണ്ടാമത്തെ ഘടകം നോട്ട്, കറൻസീസ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ദിവസവും, ഒരു എക്സാമ്പിൾ, നമ്മുടെ ജീവിതം തുടങ്ങുന്ന സമയത്ത്
പൈസ ഉള്ളവരുടെ കാര്യം പറഞ്ഞ കേട്ടോ, എന്നെപ്പോലുള്ളവരുടെ അല്ല. അപ്പോൾ നമ്മുടെ ജീവിതം തുടങ്ങുന്നിടത്ത് തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ പൈസ ഇടപാടുകളാണ്. രാവിലെ കടയിൽ പോകുന്നു, ഉച്ചയ്ക്ക് കടയിൽ പോകുന്നു, വൈകിട്ട് കടയിൽ പോകുന്നു, സാധനം വാങ്ങിക്കുന്നു, മീൻകാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു, ചിക്കൻ കടയിൽ പോയി ചിക്കൻ വാങ്ങിക്കുന്നു. നമ്മൾ ഒത്തിരി അങ്ങനെ പൈസ കൈമാറ്റം ചെയ്ത് അങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇതെല്ലാം ബാക്ടീരിയാസിൻ്റെ കളിയാസാണ് ഗൈസ് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അതായത് ബാങ്കുകളിലെ നോട്ടുകളിൽ 2 ലക്ഷം ബാക്ടീരിയാസ് എങ്കിലും കാണപ്പെടുന്നു എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അതായത് അറവുശാല മുതൽ ഭക്ഷണശാല വരെ, ഹോട്ടൽ മുതൽ ചിക്കൻ സെൻറ്റർ ഉണ്ടല്ലോ നമ്മുടെ ചിക്കൻ, ആ സ്ഥലം വരെ. അപ്പോൾ നിങ്ങളത് ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ ബാക്ടീരിയാസിൻ്റെ അളവ്, നിങ്ങളുടെ ശരീരത്തിൽ എത്രമാത്രം ബാക്ടീരിയാസ് ഉണ്ടെന്ന്. ഈ ചില പഠനങ്ങളൊക്കെ പറയുന്നു വൈറസ് വരെ നമ്മുടെ നോട്ടുകളിൽ ഉണ്ടെന്നൊക്കെയാണ്. ആർക്കറിയാം, ഇറ്റ്സ് ട്രൂ ഓർ ഫാക്ട്. ഓക്കെ ദെൻ ഗൈസ്, അപ്പോൾ അതിനാണ് ഗവൺമെൻറ്റ്സ് ഡിജിറ്റൽ കാർഡ് ഉരയ്ക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ അതുകൊണ്ടുവന്നത്. അതൊരുമാതിരിയൊക്കെ ബാക്ടീരിയാസിനൊക്കെ തടയുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പൈസ ഇടപാടില്ല, ഉരയ്ക്കുന്നു, ഞെക്കുന്നു, റെസിപ്റ്റ് വരുന്നു, ബില്ലെടുക്കുന്നു, ഉരയ്ക്കുന്നു, ഞെക്കുന്നു, റെസിപ്റ്റ് വരുന്നു, ബില്ല് വരുന്നു. അങ്ങനെ കുറച്ചുള്ള പരിപാടികളാണ് ഈ ഡിജിറ്റൽ സംഭവങ്ങളൊക്കെ. മറ്റേ Paytm അതുപോലത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഹിറ്റാവും ഇനിയും, കാരണം ബാക്ടീരിയ ഗൈസ്. അപ്പോൾ മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? അപ്പോൾ ഇവിടെ കണ്ടോ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ കാണിച്ചത് ഈ സാധനം, ഈ സംഭവമാണ് മൂന്നാമത്തെ സംഭവം. ഏതാ? ഫോൺ, മൊബൈൽ ഫോണാണ് ഗൈസ് മൂന്നാമത്തെ ആ പ്രധാന ഘടകമായ ആ സംഭവം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഉറങ്ങുന്നവരെ, രാവിലെ എഴുന്നേൽക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, കുളിക്കുന്നു, പല്ല് തേക്കുന്നു, റെഡിയാവുന്നു, എല്ലാം സ്റ്റാറ്റസ്. ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് ഗൈസ് പറഞ്ഞത്. അപ്പോൾ ഫോണിനകത്ത് ഇരട്ടി മിനിമം ബാത്റൂമിനുള്ളതിനെക്കാട്ടിൽ 10 ഇരട്ടിയെങ്കിലും ബാക്ടീരിയാസ് ഫോണിനകത്തുണ്ടെന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. കാരണം നമ്മൾ ഈ ഫോൺ എടുത്തു രാവിലെ സാധാരണ പോലെ കുളിച്ചു കാണിച്ചില്ല, ഫോൺ എടുത്തു, ചെവി വെച്ചു, പാട്ട് കേൾക്കുന്നു. പിന്നെ ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം ബാത്റൂമിലെ ബാക്ടീരിയസ് നേരത്തെ പറഞ്ഞു, അത് ഫോണിനകത്ത് കയറും. പിന്നെ ഫോണിൻ്റെ കവേഴ്സ്, ഞാനിപ്പോൾ ചുമ്മാ ഗ്രാഫിക്സ് ഒട്ടിച്ച് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഫോണിൻ്റെ കവേഴ്സിനകത്ത് നമ്മൾ പൈസ ഇട്ട് സൂക്ഷിക്കാറുണ്ട്. ആ പൈസ ഇടുമ്പോൾ ലെതർ കവറൊക്കെ ആയിരിക്കും മിക്ക ഫോണിലും യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ പ്ലാസ്റ്റിക്കും കാണും. പൈസ സൂക്ഷിക്കുന്നവരുണ്ട്. പൈസ സൂക്ഷിക്കുമ്പോൾ പൈസയ്ക്കകത്തില്ലേ ബാക്ടീരിയാസ് ഇല്ലേ? ഇത് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്ന എവിടെയെന്ന് അറിയോ ഗൈസ്? ചെവിയിൽ. നമ്മൾ ഫോൺ ചെയ്യുന്ന ചെവിയിലാണല്ലോ, ചെവിയിലല്ലയോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ട്രാപ്പ്. പിന്നെ അവർ പറയുന്ന ഒരു കാര്യം, ഈ ഫോണിനകത്തൊക്കെ പൈസ ഇട്ട് വെക്കുമ്പോൾ 17% ബാക്ടീരിയാസ് വർദ്ധിക്കുമെന്നൊക്കെയാണ് ഗൈസ് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങളിൽ എത്ര പേര് ഫോൺ ഡെയിലി ക്ലീൻ ചെയ്യുന്നവരുണ്ട്? കേട്ടിട്ടുണ്ടോ? ഫോൺ ക്ലീൻ ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ഞാൻ ഉൾപ്പെടെ ആരുമില്ല. നമ്മുടെ ഫോൺ ഡെയിലി ഒരു പേന യൂസ് ചെയ്യുന്ന പോലെ, പേന നമ്മൾ ഏതെങ്കിലും പേന ക്ലീൻ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലില്ല, ഞാനുമില്ല ഗൈസ്. അപ്പോൾ അതുപോലെ ആ ഫോൺ, നമ്മൾ ഫോണിൻ്റെ ഇയർ പീസ് ഉണ്ടല്ലോ, ഇയർ പീസ് വരെ ക്ലീനിങ് ടെൻഡൻസി, അതായത് അവിടെ ബാക്ടീരിയാസ് ഒളിഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നത്, ഇഷ്ടംപോലെ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ട്. മിക്കവരും ഹെഡ്ഫോൺ യൂസ് ചെയ്യും. നമ്മളൊരു 2 മണിക്കൂർ ഹെഡ്ഫോൺ യൂസ് ചെയ്യുമ്പോൾ 2 ലക്ഷത്തിലേറെ ബാക്ടീരിയാസ് ആണ് ഗൈസ് നമ്മുടെ ചെവിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഉത്ഭവിക്കുന്നത് 2 ലക്ഷത്തിലേറെ ബാക്ടീരിയാസ്. ഞാൻ പറഞ്ഞതല്ല, സയൻറ്റിസ്റ്റ് പറഞ്ഞതാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അടുത്ത 4ാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട്. ഫോൺ താഴെപ്പോയി. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട്. ഓഫീസിൽ തന്നെ വേണ്ട, വീട്ടിൽ PC ഉപയോഗിക്കുന്നവർ, വീട്ടിൽ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നവർ, എല്ലാവർക്കും കീബോർഡ് എന്നൊരു വസ്തു അറിയാം. നമ്മൾ ടൈപ്പിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് കീബോർഡ്. അപ്പോൾ ആ കീബോർഡിൽ 200% ഏറെ, അതായത് ബാത്റൂമിൽ ഉണ്ടാവുന്നതിനേക്കാൾ 200% ബാക്ടീരിയാസ് ഉത്ഭവിക്കുന്നതും കുടികൊള്ളുന്നതും എന്നാണ് സയൻറ്റിസ്റ്റ് എന്തോ ഒരു കാലിഫോർണിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ഗൈസ് പറയുന്നത്. അവിടെ വലിയ
ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചോ. ഞാനിപ്പോൾ രാവിലെ തൊട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ബാത്റൂമിൽ വന്നു, പൈസ ഇടപാടുകൾ നടത്തുന്നു, അത് കഴിഞ്ഞ് കുത്തുന്നു, പൈസ ഇടപാട് നടത്തുന്നു, കുത്തുന്നു, ഇടയ്ക്ക് കഴിക്കുന്നു, കുത്തുന്നു. അപ്പോൾ കുത്തുമ്പോൾ ഇത്രയൊക്കെ ബാക്ടീരിയസ് കൂടെ ഇത് പോരെ ഗൈസ്, മതി. അപ്പോൾ അതാണ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ അവർ പറയുന്ന അനുസരിച്ച് ആഴ്ചയിൽ 2 തവണയാണോ, അത് ആഴ്ചയിൽ 2 തവണയെങ്കിലും കീബോർഡ് ക്ലീൻ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ചെയ്തേക്കല്ലെങ്കിൽ ബാക്ടീരിയാസ്. ഗൈസ്, അടുത്ത 4ാമത്തെ സംഭവം എന്ന് പറയുന്നത് ഐസ് ക്യൂബ്. നമ്മൾ വെള്ളം കുടിച്ചാലും ജ്യൂസ് കുടിച്ചാലും എല്ലാം ഐസ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഐസൊന്നും കുഴപ്പമില്ല ഗൈസ്. നമ്മളിപ്പം വെളിയിൽ നിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ലൈം സോഡയൊക്കെ കുടിക്കും, ലെമൺ സോഡയോ ലൈം ജ്യൂസൊക്കെ ഫ്രഷ് ലൈം ജ്യൂസൊക്കെ കുടിക്കുകയാണെങ്കിലും ഇഷ്ടമുള്ള ഫ്രഷ് ജ്യൂസ് കുടിച്ചാലും അതിനകത്ത് ഐസ് ക്യൂബ് ഇടും, ഐസ് കട്ടയിടും. പോട്ടെ മീൻ ചന്ത ഉണ്ടല്ലോ, മീൻ ചന്തയിൽ ചെന്ന് അവർ ഫ്രഷ് മീനാണെന്നൊക്കെ പറഞ്ഞ് ഐസൊക്കെ ഇട്ട് നമുക്ക് തരുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഐസിനകത്തൊക്കെ ഉള്ള സംഭവം എന്താ പറയുക ഗൈസ്, അത് എങ്ങനെ ഐസ് ഉണ്ടാവുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഐസ് ഉണ്ടാകുന്ന വെള്ളം കട്ടിയായിട്ട് ഐസ് ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വെള്ളം ഏതാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഗൈസ്, ആ വെള്ളം ഏതോ ഒരു വെള്ളമാണ് ഗൈസ്. അതിന് ശുദ്ധിയില്ലാത്ത എന്തുവാണ് പറയുന്നത്, നമ്മുടെ വിസർജനം ചെയ്ത വെള്ളമൊക്കെയാണെന്നൊക്കെ ഏതോ ഒരു കാലിഫോർണിയ പഠിത്തത്തിൽ അവർ തെളിയിച്ചിട്ടുണ്ട്. അതായത് ഒരു പ്രമുഖ ഹോട്ടലിലാണെങ്കിൽ വലിയ കൂടിയ മദ്യം, വിദേശീയ വലിയ വില കൂടിയ മദ്യമൊക്കെ വിളമ്പുന്ന സ്ഥലത്ത് വിളമ്പിയ ഐസ് ഏതാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരവാണ് ഗൈസ്, ഞാൻ പറഞ്ഞതല്ല. ഓക്കെ, അങ്ങനെ 5 ബാറുകളും കണ്ട് ഇന്ത്യയിൽ പൂട്ടിച്ചിട്ടുണ്ടെന്നാണ് അവരുടെ പഠിത്തം. ഞാൻ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, എന്തോ ഒരു കാലിഫോർണിയ റിപ്പോർട്ടാണ്, ഗൂഗിൾ ഇറ്റ്, അറിയാമല്ലോ. ഓക്കെ, പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഹോട്ടലിൽ ചെല്ലും, നമ്മൾ വലിയ കാര്യത്തിൽ ടിപ്പ് ടോപ്പിൽ സോപ്പൊക്കെ ഇട്ട് കൈയൊക്കെ കഴുകി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ടേബിളിൽ വന്നിരിക്കും. ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നൊരു സംഭവമുണ്ട്, എന്താ പറയുക, മെനു കാർഡ്. സാർ എന്താണ് വേണ്ടത്? മെനു കാർഡ് എന്താ? എത്രയോ പേര് ഇങ്ങനെ കറങ്ങി വരുന്ന സംഭവം. ഏതെങ്കിലും മെനു കാർഡ് വൃത്തിയാക്കുന്ന ഹോട്ടൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഒന്ന് അറിയാനാ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് മാറി മറിഞ്ഞ് വന്ന ഒരു സംഭവമാണ് മെനു കാർഡ്. നമ്മൾ കൈയൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നിരുന്ന് തൊട്ടിട്ട്, സാർ കഴിക്കാൻ എന്തുവാ? തീർന്നില്ലേ? അവിടെ തീർന്നു നിർത്തി. അപ്പോൾ ജസ്റ്റ് ഇനി നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ സംഭവം ഒന്ന് ഓർഡർ ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ മെനു കാർഡ് എടുത്ത് നോക്കിയതിന് ശേഷം വീണ്ടും പോയി കൈ കഴുകിയിട്ടിരിക്കണം. അതുപോലെ കഴിക്കുന്നതിന് മുമ്പ് തോണ്ടിക്കൊണ്ടിരുന്ന അതിനകത്തും ബാക്ടീരിയാസ് ഉണ്ട് ഗൈസ്. ഫുഡ് എങ്ങനെ പോയാലും നമ്മുടെ വയറിനകത്ത് ബാക്ടീരിയാസ് എങ്ങനെയെങ്കിലും കിടക്കും. നമ്മുടെ ജീവിതശൈലി അതാ ഗൈസ്. അതുപോലെയുള്ളൊരു സംഭവമാണ് അഞ്ചാമത്തെ. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ് ഗൈസ് നമ്മുടെ കട്ടിംഗ് ബോർഡ്. നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു? വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ചിലരൊക്കെ മീൻ കട്ട് ചെയ്യും, ചിലർ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കനൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു വിടവ് വരും. അതായത് നമ്മൾ ഈ പിച്ചാത്തി കൊണ്ടിങ്ങനെ അടിക്കുമ്പോൾ ഒരു വര പോലെ വരും ഗൈസ്. ആ വരയിൽ വരെ ബാക്ടീരിയാസ് ഒളിച്ചിരിപ്പുണ്ടെന്നാണ് പഠിത്തം. പിള്ളേരുടെ പഠിത്തത്തിൻ്റെ ഒരു ഗുണമേ, നമ്മളൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം, അതായത് അതിൻ്റെ അല്ല, ആ വര, അതായത് ആ ചെറിയൊരു ഗ്യാപ്പിനകത്ത് വരെ ബാക്ടീരിയാസ് നിൽക്കുന്നുണ്ടെന്നാണ്, അതായത് പെരുകുന്നുണ്ടെന്നാണ് അവരുടെ ഒരു നിഗമനം. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇപ്പം നമ്മൾ സാമ്പാറിന് വേണ്ടി ചുമ്മാ അരിഞ്ഞു കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞു, പോത്തില്ല, വെള്ളം കൊണ്ട് കഴുകിയാൽ പോത്തില്ല. അത് കഴുകണമെങ്കിൽ ഒരു ടിപ്പുണ്ട് ഗൈസ്. അത് നമ്മൾ ചൂടുവെള്ളത്തിനകത്ത് ഉപ്പ്, നാരങ്ങ, വിനീഗിരി ഒക്കെ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് കഴുകണം. കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴുകിയാൽ വൃത്തിയാകും എന്നൊക്കെയാണ് ഞാൻ പറയുന്നതല്ല ഗൈസ്. കാലിഫോർണിയ റിപ്പോർട്ട്, ഗൂഗിൾ. ഓക്കെ ഗൈസ്, ഞാൻ കുഴഞ്ഞു. ഇനിയുണ്ട് ഗൈസ്. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താ അറിയോ? നമ്മുടെ ടാപ്പ്, അതായത് പൈപ്പ്, നമ്മൾ ബാത്റൂമിലുള്ള പൈപ്പ്, വാഷ് ബേസിൻ, നമ്മൾ കഴിച്ച് കഴിഞ്ഞ വാഷ് ബേസിനുള്ള പൈപ്പ്, കിച്ചണിലുള്ള പൈപ്പ്, ഇവിടെയൊക്കെ ബാക്ടീരിയാസ്. ഞാൻ ചോദിച്ചത് ഗൈസ്, നമ്മളിപ്പം കഴിക്കാൻ വേണ്ടി ചെന്നു, ഡൈനിങ് ടേബിളിൽ നമ്മൾ ഇരുന്നു, കൈ കഴുകാൻ വേണ്ടി എഴുന്നേറ്റു, ഒരു കൈ കൊണ്ട് നമ്മൾ ടാപ്പ് തുറന്നു, കൈ കഴുകി കഴിഞ്ഞു. വീണ്ടും ആ കൈ കൊണ്ട്
നമ്മൾ ടാപ്പ് അടയ്ക്കരുത്. അപ്പോൾ നമ്മൾ മാക്സിമം ലെഫ്റ്റ് കൈ കൊണ്ട് തുറക്കാനും ലെഫ്റ്റ് കൈ കൊണ്ട് അടയ്ക്കാനും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. കാരണം നമ്മളിപ്പോൾ വലത്തെ കൈ കൊണ്ട് നമ്മൾ ടാപ്പ് തുറന്നു, കൈ കഴുകി വലത്തെ കണ്ണ് അടച്ചു. എന്തിനാ കഴുകുന്നത്? എന്തോ ഗുണം? തിങ്ക് ഇറ്റ്. ഇപ്പോൾ ഗൈസ് ഈ ലിസ്റ്റ് അതാണ് അവസാനത്തെ സംഭവം എന്ന് പറയുന്നത്. അവസാനത്തെ ബാക്ടീരിയാസ് പെരുകുന്ന സംഭവം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു സ്ഥലത്തോട്ട് പോയി ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ, ടൂത്ത് ബ്രഷാണ് ഗൈസ് അവസാനത്തെ വില്ലൻ എന്ന് പറയുന്നത്. ഈ സംഭവത്തിലെന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പല്ല് തേക്കും, എന്നിട്ട് എവിടെ കൊണ്ട് വെക്കും? വാഷ് ബേസിനടുത്ത് തന്നെ ആയിരിക്കും ഗൈസ് വെക്കുന്നത്. വാഷ് ബേസിൽ എന്തുണ്ട്? ബാക്ടീരിയ. അപ്പോൾ ഈ ബാക്ടീരിയ സ്വാഭാവികമായിട്ടും എങ്ങോട്ട് കയറും? ടൂത്ത് ബ്രഷ്. ഈ ടൂത്ത് ബ്രഷ് നമ്മൾ രാവിലെ പലരും കഴുകാറില്ല. കഴുകുന്നതിന് മുമ്പ് തുമ്മാ പേസ്റ്റ് എടുത്തു, ദാറ്റ്സ് ഇറ്റ്. അതായത് എന്തുവാ, നമ്മൾ ബ്രഷ് എടുത്തു, പേസ്റ്റ് എടുത്തു, ആ ബാക്ടീരിയയും കൊണ്ടാണ് അകത്തോട്ട് പോകുന്നത്. വീണ്ടും വായിക്കാത്തുള്ള ബാക്ടീരിയ ഈ ബാക്ടീരിയയും കൂടെ എന്ത് ഗുണം? ഒന്ന് ആലോചിക്കേണ്ട ഘടകവ. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്താണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ ശരിയാകും ഗൈസ്. അപ്പോൾ പല്ല് തേക്കുന്നവരുടെ കാര്യം കേട്ടോ, ഞാൻ ഉൾപ്പെടെ ചുമ്മാ കളിയാക്കുന്നൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഈ പല്ല് തേക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്രഷ് ഒന്ന് കഴുകിയതിന് ശേഷം പല്ല് തേക്കുക. അതായത് പേസ്റ്റ് ഇട്ടൊന്ന് പല്ല് തേക്കുക. അല്ലെങ്കിൽ വെറുതെ വാഷ് ബേസിനായിട്ടിരിക്കുന്ന ബാക്ടീരിയയും നമ്മുടെ വായി കിടക്കുന്ന ബാക്ടീരിയയും കൂടെ എന്തിനാണ് വെറുതെ കണ്ടുമുട്ടുന്നത്? അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ കുറച്ച് നമ്മൾ ജീവിതത്തിൽ അറിയാത്ത കുറച്ച് മണ്ടത്തരം. ഇതൊക്കെ വലിയ സംഭവങ്ങളാണ് കേട്ടോ, ഞാൻ ചുമ്മാ പറയാം, തമാശ രീതിയിലൊന്നും പറഞ്ഞല്ലോ, ശരിക്കും വലിയ സംഭവങ്ങളൊക്കെ. കാരണം ഇത്രയൊക്കെ ബാക്ടീരിയ നമ്മൾ എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ ചാനലൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. സബ്സ്ക്രൈബും പിന്നെന്ത് ചെയ്യണ്ടേ, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വലിയ കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നില്ലയോ, എന്നാലും ചെറിയ ഇൻഫർമേഷൻ കണ്ടന്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ചോദിക്കും ടെക് ചാനലിനകത്ത് എന്ത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാനൽ ഫുൾ പാക്ക്ഡ് ചാനലാണ്. ടെക് ഉണ്ട്, മറ്റേ അൺബോക്സിങ്, റിവ്യൂ, ഇനി തൊട്ട് വണ്ടിയുടെ കുറച്ച് സംഭവങ്ങളോ, ഇപ്പോൾ പുതിയ വണ്ടിയൊക്കെ ഇറങ്ങുന്നില്ല, അതിനെയും കൂടെ റിവ്യൂ ചെയ്തോളൂ ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഹെൽത്തിനെ കുറിച്ച് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ചെന്ന് പറഞ്ഞാൽ ലേശമൊക്കെ. പിന്നെ ഫുഡിങ് ഉണ്ട്, ഒരാലോചന. ഫുഡിങ് ഒന്നേം തുടങ്ങും, നമുക്ക് ചായ ഇട്ട് ചിക്കൻ ബിരിയാണി വരെ എത്താം. ആദ്യമൊക്കെ ചായ ഇടുന്ന വീഡിയോസ് എടുത്ത് ഞാൻ ആദ്യം കുറച്ച് പഠിക്കട്ടെ, എന്നിട്ട് നമുക്ക് പഠിപ്പിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വേറെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ ഷെയർ ചെയ്ത് കേട്ടോ. പിന്നെ നിങ്ങളെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ ദയവ് ചെയ്ത് താഴെ പോയി കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും കൊടുക്കരുത്, വിഷമാവും, പാവപ്പെട്ട ഇറക്കുന്നില്ലയോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ മറ്റൊരു പുതുപുത്തൻ നല്ല ടെക്നോളജിയോ എന്തെങ്കിലുമൊക്കെ പരമായിട്ടുള്ളൊരു വീഡിയോസുമായി നമ്മുടെ ചാനലിൽ കാണുന്നവരെ സൈനിങ് ഓഫ് ഗോപികൃഷ്ണ. ബൈ.